ഹായ് ഓൾ. അപ്പോൾ നാളെ സിവിൽ സർവീസ് പ്രിലിംസ് എക്സാം എഴുതാൻ പോകുന്ന ഒരു കാൻഡിഡേറ്റാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് നാളത്തെ എക്സാമിന് മിനിമം 5 അല്ലെങ്കിൽ 6 മാർക്ക് മിനിമം കൂടുതൽ കിട്ടും ഈ വീഡിയോയിലെ ടെക്നിക്സ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, സോ നാളെ എക്സാമാണ്, എല്ലാവരും സ്ട്രെസ്ഫുൾ ആയിട്ടിരിക്കാമെന്ന് അറിയാം. വളരെ ചെറിയൊരു വീഡിയോ ആയിരിക്കും ഇത്. പെട്ടെന്ന് തന്നെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് തീർക്കും. അതിനുശേഷം നിങ്ങൾ പോയി ഇരുന്ന് നാളത്തെ കാര്യങ്ങൾ പഠിക്കാം. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ നമ്മുടെ ടോപ്പിക്ക് സിവിൽ സർവീസ് പ്രിലിംസ് നാളത്തെ എക്സാമിന് മാക്സിമം മാർക്ക് എങ്ങനെ സ്കോർ ചെയ്യാമെന്നുള്ളതാണ്. അത് ഒന്നാമത് എനിക്ക് പറയണമെന്ന കാര്യം, ഞാൻ ഇന്ന് തന്നിട്ടുള്ള PDF നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് മൾട്ടിപ്പിൾ ടൈംസ് റിവിഷൻ നടത്തുക. PDF ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കൊടുത്തേക്കാം. ചാനൽ ലിങ്കൊക്കെ കമൻറ്റ് സെക്ഷനിൽ ഉണ്ടാവും, പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ലിങ്ക് വർക്ക് ആയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിനകത്ത് ഈ വ്ളോഗ്സ് എന്ന് ടെലിഗ്രാമിൽ സെർച്ച് ചെയ്താൽ മതി, അങ്ങോട്ട് വരാവുന്നതാണ്. ഡെയിലി ഇത്തരത്തിലുള്ള ഫ്രീ കണ്ടൻറ്റുകൾ അവിടെ കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, സോ ഒന്നാമത്തെ കാര്യം എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്, ശരി ഉത്തരം തേടി പോകരുത്. ഡോണ്ട് സെർച്ച് ഫോർ ദ പെർഫെക്റ്റ് ആൻസർ ഓർ ദ റൈറ്റ് ആൻസർ, റാദർ യു ഷുഡ് ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ. എന്ന് വെച്ചാൽ സംഭവം ഇത്രയേ ഉള്ളൂ. ഒരു ചോദ്യം ചിലപ്പോൾ അതിനകത്ത് 4 ഓപ്ഷൻസ് ഉണ്ട്, അതിൽ ചിലപ്പം 2 ഓപ്ഷൻസ് കറക്റ്റ് ആൻസർ ആവാൻ സാധ്യതയുണ്ട് അല്ലേ. അപ്പോൾ അത്തരം സാഹചര്യം വരും. UPSC അത്തരം സ്ട്രക്ചേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് UPSCയുടെ ഫസ്റ്റ് പേപ്പർ ഇൻസ്ട്രക്ഷൻസ് ടു കാൻഡിഡേറ്റിൽ പോയിന്റ് നമ്പർ 4 ഒരു കാര്യം കൃത്യമായി പറയുന്നുണ്ട് അല്ലേ. എന്താണ്? In case you feel that there is more than one correct response, mark the response which you consider the best. അതായത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഉത്തരം, തമ്മിൽ ഭേദം തൊമ്മൻ എന്നൊക്കെ പറയുന്ന പോലെ 2 ഉത്തരം ശരിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ ഒരു ഉത്തരം നിങ്ങൾ കൂട്ടത്തിൽ നിന്ന് തിരഞ്ഞെടുക്കാം. നമുക്കറിയാം UPSCയുടെ എക്സാം കഴിയുന്നു, പ്രമുഖ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇടുന്ന ആൻസർ കീയിൽ പോലും വേരിയേഷൻസ് ഉണ്ട്. എന്തുകൊണ്ടാണ്? ഫൈനൽ കീ വരുന്നവരെ കറക്റ്റ് ആൻസർ പല ചോദ്യങ്ങളുടെ നമുക്ക് കൃത്യമായി പറയാൻ പോലും പറ്റില്ല. അതൊരു യൂണിവേഴ്സൽ ഫിനോമിനയാണ്. പക്ഷേ ഇത്തരത്തിൽ 2 ചോദ്യങ്ങളിലേക്ക് നിങ്ങൾ ബോയിൽ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ 50-50 പ്രോബിലിറ്റി എത്തിക്കഴിഞ്ഞാൽ നിങ്ങളത് കുത്തിക്കോണം. അതിൽ എഫക്റ്റീവായിട്ടുള്ള രീതിയിലുള്ള ഒരു ടെക്നിക്സ് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ചില ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്തേണ്ടത്? പ്രത്യക്ഷത്തിൽ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടൊരു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ അപ്പാരൻ്റ്ലി പെർസീവ് ചെയ്യുന്ന ചോദ്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ വളരെ ഈസി ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിലേക്കാണ് നമ്മളിനി പോകാൻ പോകുന്നതിൻ്റെ കൂടെ നിൽക്കാം. ഇവിടെ നമുക്ക് വേണ്ടുന്ന ഏറ്റവും വലിയ എലമെൻറ്റ് നമ്മുടെ കോമൺ സെൻസ് തന്നെയാണ് അല്ലേ. വോൾട്ടയർ, നമ്മുടെ ചാനലിൻ്റെ കൺകണ്ട ദൈവമാണ് വോൾട്ടയർ മുത്തപ്പൻ എന്ന് ഞങ്ങൾ വിളിക്കുന്ന വ്യക്തി. കോമൺ സെൻസ് ഈസ് നോട്ട് സോ കോമൺ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഫിലോസഫിയാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഇതിൽ പല ചോദ്യങ്ങളുടെ ഉത്തരം കോമൺ സെൻസ് വെച്ച് കിട്ടും. കാരണം ഇനിയുള്ള സമയം നമുക്ക് സിലബസ് എല്ലാം റിവിഷൻ നടത്താൻ സമയമില്ല. അതുകൊണ്ട് എങ്ങനെ മാർക്ക് എക്സ്ട്രാക്ട് ചെയ്യണം എന്നുള്ള സ്മാർട്ട് സ്ട്രാറ്റജിയാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ ചാനലിൻ്റെ ഫിലോസഫി നിങ്ങൾക്കറിയാം, AP + KK ആണല്ലേ. സിലബസ് ആഴത്തിൽ പഠിക്കുക, അതിനോടൊപ്പം സിലബസിൻ്റെ പുറത്തുനിന്ന് ക്വസ്റ്റ്യൻസ് വന്നാൽ കറക്കി കുത്താനും പഠിക്കണം. സോ ഞാൻ ഇനി പറയാൻ പോകുന്നത് കറക്കി കുത്തുന്നതിൻ്റെ എലമെൻസ് ആണ്. എൻ്റെ കൂടെ ശ്രദ്ധിച്ചിരിക്കുക. അപ്പം നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, കോമൺ സെൻസ് എങ്ങനെ ഉപയോഗിക്കാം? ഇത് കഴിഞ്ഞ വർഷം സിവിൽ സർവീസ് പ്രിലിംസിൽ വന്നൊരു ചോദ്യമാണല്ലേ. കൺസിഡർ ദ ഫോളോയിങ് ഹെവി ഇൻഡസ്ട്രീസ്. സെക്കൻഡ് സ്റ്റേജ് ഓഫ് റീഡിങ് ഇതല്ല. ഇത് വായിച്ചിട്ടുണ്ട് ഇങ്ങോട്ട് പോകാം. ഇത്തരത്തിൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഫസ്റ്റ് ഇത് വായിക്കുക, സെക്കൻഡ് ഇത് വായിക്കുക, തേർഡ് മാത്രം ഇത് വായിക്കുക. ബിക്കോസ് യഥാർത്ഥ ചോദ്യം ഇരിക്കുന്നത് ഇവിടെയാണ് അല്ലേ. ഈ ചോദ്യം മനസ്സിൽ വെച്ച് വേണം നിങ്ങൾ ഈ ഓപ്ഷൻസിൽ കൂടെ പോകാൻ. ചോദ്യം എന്താണ്? ഗ്രീൻ ഹൈഡ്രജൻ ഈസ് എക്സ്പെക്റ്റഡ് ടു പ്ലേ എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ഡീകാർബണൈസിങ് ഹൗ മെനി ഓഫ് ദ എബോവ് ഇൻഡസ്ട്രീസ്. ദ ഗ്രീൻ കാർബൺ, ഗ്രീൻ എന്നൊരു പ്രിഫിക്സ് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം യെസ് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള എന്തോ സംഭവമാണ് അല്ലേ. ഗ്രീൻ ഹൈഡ്രജൻ, യെസ് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹൈഡ്രജനാണ്. അത് എക്കോ ഫ്രണ്ട്ലി സോഴ്സിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്ന ഹൈഡ്രജൻ. നിങ്ങൾക്കത് അറിഞ്ഞുകൂടെങ്കിൽ തന്നെ ഒരു വിഷയമില്ല. ഇത് എന്താണെന്ന് ഇവിടെ പറയുന്നുണ്ട്. ഇത് ഡീകാർബണൈസേഷൻ, നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ കാർബണിൻ്റെ അളവ് കുറയ്ക്കുന്നതിന് സഹായിക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് അറിയില്ലെങ്കിലും കുഴപ്പമില്ല, ക്ലൂ ചോദ്യത്തിൽ തന്നെ ഉണ്ട്. ഇത് ഈ കൂട്ടത്തിൽ കാണുന്ന ഏതൊക്കെ ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കാം എന്നാണ് ചോദ്യം. ഇവിടെ പല ആൾക്കാരും ഈ ഓപ്ഷൻ്റെ സ്ട്രക്ചർ കണ്ട് തല ഇറങ്ങിയിരിക്കുകയായിരിക്കും. 1 only, 2 only, all 3 etc. ഞാൻ ഈ വീഡിയോയുടെ അവസാനം നമ്മുടെ UPSC പ്ലേലിസ്റ്റ് ആഡ് ചെയ്യും കേട്ടോ. അതിനകത്ത് ഇത്തരത്തിലുള്ള ടെക്നിക്കുകളുടെ ഇൻറ്റൻസീവ് ട്രെയിനിങ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇന്നിരുന്ന ഫുൾ വീഡിയോസ് കാണാൻ ശ്രമിക്കുക. ഓക്കെ, സോ ഗോയിങ് ബാക്ക് ടു ദ ടോപ്പിക്. സോ ഈ കൂട്ടത്തിലെല്ലാം കാർബൺ നന്നായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രീസാണ്. അപ്പോൾ ഇവിടെ എല്ലായിടത്തും ഫ്യൂവൽ ഇത് യൂസ് ചെയ്യാൻ പറ്റണ്ടേ. ഫെർട്ടിലൈസർ, ഓയിൽ റിഫൈനറി, സ്റ്റീൽ പ്ലാന്റ്സ്. ഞാൻ സംശയം ചോദിച്ചോട്ടെ, അയൺ ഓർ ഇൻഡസ്ട്രി, ഈ കൂടുതൽ അയൺ ഓർ ഇൻഡസ്ട്രി ഉണ്ടെങ്കിൽ അതും ഈ ഗ്രീൻ കാർബൺ യൂസ് ചെയ്യാൻ പറ്റുന്ന ഇൻഡസ്ട്രി അല്ലേ. പോട്ടെ, സ്പേസ് ട്രാവലിംഗ് എടുക്കുക. സ്പേസ് ട്രാവലിംഗ്, റോക്കറ്റ് ടെക്നോളജിയിലും ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ ഡിസ്റ്റൻറ്റ് ഫ്യൂച്ചറിലെങ്കിലും ഗ്രീൻ ഹൈഡ്രജൻ യൂസ് ചെയ്ത് അത് എമിറ്റ് ചെയ്യുന്ന കാർബണിൻ്റെ അളവ് കുറയ്ക്കാൻ സാധിക്കേണ്ടതല്ലേ. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ ഡിസ്പ്രൂവ് ചെയ്യാൻ പാടാണ്. അതാണ് നമ്മൾ ഹൈലൈറ്റ്. ഇതൊക്കെ
ഇവിടെ ഗ്രീൻ ഹൈഡ്രജൻ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു കമ്പോണൻറ്റിലെങ്കിലും ഇത് യൂസ് ചെയ്യാൻ പറ്റണ്ടേ? സോ ഇവിടെ ഏത് ഇത്തരത്തിലുള്ള ഹെവി നമുക്ക് നോക്കാം, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി എടുക്കുക. ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ കൂടുതൽ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഉണ്ടായിരുന്നെങ്കിൽ അവിടെയും ഗ്രീൻ ഹൈഡ്രജൻ യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് കോമൺ സെൻസ്. ഇവിടെ നിങ്ങൾ എല്ലാ ഇൻഡസ്ട്രിയുടെയും പേര് കാണാതെ പഠിച്ചിട്ടല്ല പോകേണ്ടത്. ഇതൊക്കെ ഡിസ്പ്രൂവ് ചെയ്യാൻ പറ്റുമോ എന്നാണ് നോക്കുന്നത്. സോ ഇതിൻ്റെ ഉത്തരം എന്ത് വരും? ഓൾ 3 എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും ഇതിനകത്ത് കറക്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതിൽ ഇത്തരത്തിൽ വേണം ബ്രെയിൻ സ്റ്റോം. ഇതൊരു ഓപ്പൺ അതൊരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റ്, ടെംപ്ലേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയും. ഗ്രീൻ ഹൈഡ്രജൻ ഒരുവിധം പോട്ടെ, നമുക്ക് വെപ്പൺ പ്രൊഡക്ഷൻ എടുക്കാം, അല്ലെങ്കിൽ ഗൺ പൗഡറിൻ്റെ പ്രൊഡക്ഷൻ. ഏത് ഇൻഡസ്ട്രി എടുത്തു കഴിഞ്ഞാലും ഡിസ്റ്റൻറ്റ് ഫ്യൂച്ചറിലെങ്കിലും നമുക്ക് ഗ്രീൻ ഹൈഡ്രജൻ അവിടെ യൂസ് ചെയ്യാൻ പറ്റേണ്ടതല്ലേ? അപ്പോൾ ഇവിടെ ഏതൊക്കെ വന്നു കഴിഞ്ഞാൽ അതെല്ലാം കറക്റ്റ് ആകാനുള്ള പ്രോബിലിറ്റി എക്സ്ട്രീംലി ഹൈ ആണ്. 100% ഇങ്ങനെ വരുന്നത് ഞാൻ പറയുന്നില്ല, പക്ഷേ എക്സ്ട്രീംലി ഹൈ ആണ്. എന്നാൽ ടെക്നിക്കലായിട്ട് നമ്മൾ ഉത്തരങ്ങൾ കണ്ടെത്തുന്ന രീതി. നമുക്ക് കുറച്ചും കൂടി ഡിഫിക്കൽട്ടായിട്ടുള്ള മറ്റു ചോദ്യത്തിലേക്ക് പോയാലോ? ഇതും കഴിഞ്ഞ വർഷത്തെ ചോദ്യമായിരുന്നു. ഇവിടെ എനിക്ക് നിങ്ങൾക്ക് പറയാനുള്ള മെയിൻ സംഭവം സ്ട്രെസ് മാനേജ്മെൻറ്റാണ്. പ്രോപ്പറായി സ്ട്രെസ് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുവഴി മാത്രം ഒരു 10 മാർക്ക് നിങ്ങൾക്ക് കൂടുതൽ കിട്ടും. കാരണം സ്ട്രെസ്ഫുള്ളായിട്ടാണ് ആൾക്കാർ പലപ്പോഴും മാർക്ക് കൊണ്ട് കളയുന്നത്. സോ ലെറ്റ് us look at this question. ചോദ്യം എന്താണ്? ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ഇത് വായിക്കുക, സെക്കൻഡ് ഇതാണ്. ഈ കൂട്ടത്തിൽ ഏതൊക്കെയാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ എത്ര സ്റ്റേറ്റ്മെൻറ്റ്സാണ് കറക്റ്റ് എന്ന് ചോദിച്ചിട്ടുള്ളത്? എഗെയിൻ നിങ്ങൾ ഓപ്ഷൻ്റെ സ്ട്രക്ചർ കണ്ടിട്ട് ബേജാറാവണ്ട. ഇനി നിങ്ങൾ ഇതിൽ ചോദ്യത്തിലേക്കൊന്ന് പോയേ. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, റീസെൻ്റ്ലി ഓൾ കൺട്രീസ് ഓഫ് ദി യുണൈറ്റഡ് നേഷൻസ് ഹാവ് അഡോപ്റ്റഡ് ദ ഫസ്റ്റ് എവർ കോമ്പാക്ട് ഫോർ ഇൻ്റർനാഷണൽ മൈഗ്രേഷൻ. അല്ലേ, ആഗോള മൈഗ്രേഷന് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് ഒരു സമ്മേളനം, ഗ്ലോബൽ കോമ്പാക്ട് ഫോർ സേഫ് ഓർഡർലി ആൻഡ് റെഗുലർ മൈഗ്രേഷൻ. ഇത് യുണൈറ്റഡ് നേഷൻസിലെ എല്ലാ മെമ്പേഴ്സും അഡോപ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ ഒപ്പിട്ടു എന്നൊക്കെയാണ് പറയുന്നത്. 200 അടുപ്പിച്ച മെമ്പേഴ്സ് യുണൈറ്റഡ് നേഷൻസിൽ. അപ്പോൾ എല്ലാവരും ഒരു രാജ്യമെങ്കിലും അതിൽ നിന്ന് വിട്ടു നിന്നിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും മൈഗ്രേഷൻ ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യുന്ന രാജ്യങ്ങൾ എടുക്കുക, അവരിൽ കൂടുതൽ ഒരാളെങ്കിലും മാറി നിന്നിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആകുമോ? ഈ ഓൾ എന്ന് പറയുന്ന എക്സ്ട്രീം സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആകുമോ? അതായത് ഇത്രയും മെമ്പേഴ്സ് യുണൈറ്റഡ് നേഷൻസിൽ എല്ലാ മെമ്പേഴ്സും ഒരുപോലെ അഡോപ്റ്റ് ചെയ്തൊരു കൺവെൻഷൻ, അങ്ങനെ കൺവെൻഷൻ വരാനുള്ള സാധ്യതയുണ്ടോ? ഒരാളെങ്കിലും വിട്ടു നിന്ന് കഴിഞ്ഞാൽ തെറ്റാവില്ലേ? അതുകൊണ്ട് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊരു ഡൗട്ട് ഞാൻ ചോദിച്ചോട്ടെ. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയേ. ഈ സംഭവം അഡ്രസ്സസ് ഇൻറ്റേർണൽ മൈഗ്രേഷൻ ഓർ ഇൻറ്റേർണൽ ഡിസ്പ്ലേസ്ഡ് പീപ്പിൾ ഓൾസോ. ഇവിടെ പറയുന്നു കൺവെൻഷൻ ഫോർ ഇൻ്റർനാഷണൽ മൈഗ്രേഷൻ എന്ന്, ഇവിടെ പറയുന്നു ഇൻറ്റേർണൽ മൈഗ്രേഷൻ എന്ന്. അപ്പോൾ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആവുമോ? ഇൻ്റർനാഷണൽ മൈഗ്രേഷൻ ഒരു ഗ്ലോബൽ കോമ്പാക്റ്റ് അല്ലേ, ഗ്ലോബൽ കോമ്പാക്ട് ഫോർ സേഫ് ഓർഡർ റെഗുലർ മൈഗ്രേഷൻ എന്ന് പറയും. എന്താ മൈഗ്രേഷൻ എന്ന് പറയുമ്പം ഒരു രാജ്യത്ത് നിന്ന് ആൾക്കാർ പുറത്തേക്ക് പോവല്ലേ. അവിടെ നമ്മൾ മിക്കവാറും സംസാരിക്കുന്നത് ഇൻ്റർനാഷണൽ മൈഗ്രേഷൻ തന്നെയല്ലേ, ഡൊമസ്റ്റിക് മൈഗ്രേഷൻ അവിടെ വരുമോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ഇവിടെ ഗ്ലോബൽ എന്ന് പറയുന്നത്, ഇവിടെ ഇൻറ്റേർണൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും മ്യൂച്വലി കോൺട്രഡിക്റ്റിംഗ് അല്ലേ? അപ്പോൾ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റെന്ന് പറയാൻ പറ്റും. ഇനി അടുത്തത് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയേ. ഒബ്ജക്റ്റീവ് ആൻഡ് കമ്മിറ്റ്മെൻറ്റ് സ്റ്റേറ്റഡ് ദാറ്റ് ഇറ്റ് ഈസ് ബൈൻഡിങ് ഓൺ ഓൾ മെമ്പേഴ്സ്. സപ്പോസ് നമ്മൾ യുണൈറ്റഡ് നേഷൻസിലെ മെമ്പറാണ്, നമ്മൾ ഒരു കൺവെൻഷൻ, UN കൺവെൻഷൻ അഡോപ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ബൈൻഡിങ് ആകും. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇത്രയും മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ യുണൈറ്റഡ് നേഷൻസ് യൂണിലാറ്ററൽ ആയിട്ടൊരു കൺവെൻഷൻ കൊണ്ടുവന്ന് അംഗീകരിക്കുന്നു. അപ്പോൾ ബാക്കി അത് താല്പര്യമില്ലാത്ത മെമ്പേഴ്സിനും ആ കൺവെൻഷൻ ബൈൻഡിങ് ആകുമോ? ഇതൊരു ഇമ്പോസിബിൾ ടാസ്ക് അല്ലേ? നോക്കൂ, അത്രയും എക്സ്ട്രീം ഇമ്പോർട്ടൻറ്റ് കൺവെൻഷൻസ് ബൈൻഡിങ് ആകുമായിരിക്കാം. പക്ഷേ ഇത് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഈ ഒരു കൺവെൻഷൻ യുണൈറ്റഡ് നേഷൻസ് വന്നു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും ബൈൻഡിങ് ആകും. അത് ആ രാജ്യത്തിൻ്റെ സോവറിറ്റി ബാധിക്കുന്ന കാര്യമല്ലേ? നാളെ UN ഒരു കൺവെൻഷൻ കൊണ്ടുവരുന്നു, അത് ഇന്ത്യയുടെ മുകളിൽ അവർക്ക് അടിച്ചേൽപ്പിക്കാൻ പറ്റുമോ? ഒരിക്കലും. അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്ത് വരും? D ആണ് ഇതിൻ്റെ ഉത്തരം. ഒരു സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ് അല്ല, ഇൻകറക്റ്റ് അല്ല, കറക്റ്റ് ആണ്. ഇപ്പോൾ എല്ലാ സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണല്ലോ. അപ്പോൾ ഈ രീതിയിൽ പ്രോപ്പറായിട്ട് സ്ട്രെസ്സ് മാനേജ് ചെയ്തൊരു കൂൾ മൈൻഡോടുകൂടി എക്സാം ഹോളിൽ ഇരിക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് റാങ്ക് ബൂസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ അടുത്ത ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ പറയണം. ഇത് മറ്റൊരു ഡിഫിക്കൽട്ട് ചോദ്യമാണ്, നമ്മുടെ സിലബസിലൊന്നും അങ്ങനെ കാണുന്നൊരു ചോദ്യമല്ലെന്നാണ് പറയുന്നത്. സ്റ്റിൽ ഇത് ഞങ്ങൾ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. നോക്കിയേ, ഹോം ഗാർഡിനെ പറ്റിയുള്ളതാണ് ചോദ്യം. ഹോം ഗാർഡ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ ഹോം ഗാർഡ് ഇറ്റ് ഈസ് റേസ്ഡ് അണ്ടർ ഹോം ഗാർഡ്സ് ആക്ട് റൂൾസ് ഓഫ് ദി സെൻട്രൽ ഗവൺമെൻറ് എന്ന് പറയുന്നത്. ഇത് കണ്ടോ, ഹോം ഗാർഡ് ചില സംസ്ഥാനങ്ങൾ ഹോം ഗാർഡിനെ ബോർഡർ അല്ലെങ്കിൽ അതിർത്തി പ്രദേശങ്ങളിൽ വിന്യസിക്കാറുണ്ടെന്ന് പറയുന്നു. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഇത് പോലീസിനെ സപ്പോർട്ട് ചെയ്യുന്ന ആക്സിലറി ഫോഴ്സ് ആണെന്ന് പറയുന്നു. പോലീസൊക്കെ സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള സബ്ജക്റ്റ് അല്ലേ? അപ്പം സെൻട്രൽ ഗവൺമെൻറ്റിന് അത്തരത്തിൽ റൂൾസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? ഈ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക, ചില സ്റ്റേറ്റ്സിൽ ഈ പറയുന്ന ഹോം ഗാർഡിനെ ബോർഡർ അല്ലെങ്കിൽ അതിർത്തി പ്രദേശങ്ങളിലെ ഇൻഫിൽട്രേഷൻ അതായത് നുഴഞ്ഞുകയറ്റം തടയാൻ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയുന്നു. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ക്രിയേറ്റ് ചെയ്യുന്ന റൂളാകുമ്പം എല്ലാ സംസ്ഥാനങ്ങളും ഒരുപോലെ ബാധകമാവേണ്ട വൺ സൈസ് ഫിറ്റ് ഓൾ എന്ന് പറയുന്ന പോളിസി ഇവിടെ വർക്കൗട്ട് ആകുമോ? ഇപ്പോൾ കേരളത്തിൽ നമുക്കറിയാം ഹോം ഗാർഡ്സ് ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ അപ്പോയിൻറ്റ് ചെയ്യുന്ന സെൻട്രൽ ഗവൺമെൻറ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെച്ചിട്ടാണോ? പോലീസ് ഒരു സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാവും. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ.
സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. കാര്യം ഈ ഹോം ഗാർഡ്സ് എന്ന് പറയുന്നത് പോലീസിനെ സഹായിക്കാനുള്ള ഒരു ഓക്സിലറി യൂണിറ്റ് ആണെന്നാണ് ഇരിക്കട്ടെ. അപ്പോൾ തേർഡ് സ്റ്റേറ്റ്മെൻറ്റോ, കാര്യം ഇന്ത്യയിൽ ഇത്രയും സംസ്ഥാനങ്ങൾ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെങ്കിലും ഈ ഹോം ഗാർഡ്സിന്, പ്രത്യേകിച്ചും ബോർഡർ റീജിയൻസ് സെക്യൂരിറ്റി തൊട്ടുള്ള ഒരു സംസ്ഥാനത്തിലെങ്കിലും ഈ പറയുന്ന ബോർഡർ ഗാർഡ്സിനെ നമ്മൾ ഇൻഫിൽട്രേഷൻ തടയാൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആവുമോ? സോ ഇതിന് ആൻസർ എന്തിനും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇത്രയും സ്റ്റേറ്റ്സ് ഉണ്ട്, ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലെങ്കിലും ഇതിനു വേണ്ടി ഉപയോഗിക്കാനുള്ള സാധ്യത വളരെ അധികമല്ലേ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. സ്റ്റേറ്റ് ലിസ്റ്റിലൊരു സബ്ജക്റ്റിൽ സെൻട്രൽ ഗവൺമെൻറ് ഇങ്ങനെ റൂൾസും റെഗുലേഷൻസും, ഇപ്പോൾ പോലീസ് ആക്ട് ഉണ്ട്, പാർലമെൻറ്റ്, അതല്ല നിങ്ങൾ കോമൺ സെൻസ് വെച്ച് ആലോചിക്കാം. ഇത് വരാൻ സാധ്യത ഉണ്ടോ എന്നുള്ള കാര്യം ആലോചിക്കും. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്ത് വരും നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നാളത്തെ എക്സാം എഴുതാൻ പോകുമ്പോൾ കൂൾ മൈൻഡായിട്ട് നിങ്ങളായിരിക്കണം കോമ്പറ്റീഷൻ പുഷ് ചെയ്യുന്നതെന്നുള്ള മെൻറ്റാലിറ്റിയിൽ എഴുതുക. സിവിൽ സർവീസ് മെയിൻസ് എക്സാം നിങ്ങൾ എഴുതുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്തിട്ട് വേണം പ്രിലിംസ് എക്സാമിന് ഹോളിലേക്ക് നിങ്ങൾ കയറാൻ തന്നെ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എടുത്തായിട്ടുള്ള നിങ്ങളുടെ കമൻറ്റ് സെക്ഷനിൽ പറയാം. നിങ്ങളൊരു ബെസ്റ്റ് ഫ്രണ്ടിനോട് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. മാത്രമല്ല ഈ വീഡിയോയുടെ അവസാനം ഞാൻ സിവിൽ സർവീസിൻ്റെ പ്ലേലിസ്റ്റ് ആഡ് ചെയ്യുന്നതാണ്. അവിടെ ഇത്തരത്തിലുള്ള ടെക്നിക്സിൻ്റെ ഫർദർ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നാളത്തെ എക്സാം പോയി അടിപൊളിയായിട്ട് എഴുതുക. ഓൾ ദ ബെസ്റ്റ് ആൻഡ് ബെസ്റ്റ് ഓഫ് ലക്ക്.